ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ്. ഇന്ന് നമുക്ക് ഒരു മഷ്റൂം കൊണ്ടൊരു തോരൻ തയ്യാറാക്കിയാലോ. വളരെ ടേസ്റ്റാണ്. ഇത് നമ്മൾ ചിപ്പിക്കൂൺ എന്നാണ് പറയുന്നത്. ഈ മഷ്റൂമിന് പ്രത്യേക ടേസ്റ്റാണ്. അതാണ് നമ്മൾ ഇന്നിവിടെ എടുത്തിരിക്കുന്നത്. അത് നല്ലപോലെ കുറച്ച് വിനാഗിരി ചേർത്ത് നല്ലപോലെ കഴുകിയെടുത്ത് നമ്മൾ ചെറുതായിട്ടത് നുള്ളി എടുക്കണം. ചെറുതായിട്ട് കീറി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റൊക്കെ വെള്ളത്തിൽ ഇട്ടാൽ മതിയാവും. കുറച്ച് വിനാഗിരി ചേർത്ത് വെള്ളത്തിൽ ഇട്ടതിന് ശേഷം നമുക്ക് ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ഇതിന് അരപ്പം തയ്യാറാക്കാം. തേങ്ങയും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടിയും മാത്രം മതിയാവും. നമുക്ക് കുറച്ച് ഇഞ്ചി ചേർക്കണം. ചെറിയ ഉള്ളിയും ചേർത്ത് അരച്ചെടുക്കാം. ഒന്ന് ചതച്ചെടുത്താൽ മതിയാവും. തോരന് വേണ്ടിയിട്ടാണ് നമ്മളതുകൊണ്ട് ചതച്ചെടുത്താൽ മതിയാവും. ഒന്ന് അരപ്പ് ചതച്ചെടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇഞ്ചി അതൊന്നും കൂടെ ഒന്ന് ചതച്ചെടുക്കാം. നമുക്കിത് നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ ചെറുതായി കട്ട് ചെയ്ത് കൈ കൊണ്ട് തന്നെ മുറിച്ചെടുത്താൽ മതിയാവും. കീറി ഇങ്ങനെ ഇട്ടാൽ മതിയാവും. നല്ല തോരൻ വളരെ ടേസ്റ്റാണിത്. അത് നല്ല പെട്ടെന്ന് വെന്ത് കിട്ടും. നമുക്ക് അരപ്പും ചേർത്ത് നമുക്ക് പുരട്ടി വയ്ക്കാം. അത് നല്ലപോലെ എല്ലാം ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. തീരെ ചെറുതാക്കിയാൽ നമുക്ക് വെന്ത് വരുമ്പോൾ നമുക്കത് കഴിക്കുമ്പോൾ ഒന്നും കഴിക്കാൻ കിട്ടത്തില്ല. കുറച്ച് ഒന്ന് കഴിക്കാൻ കിട്ടണമെങ്കിൽ ഒരു അധികം ചെറുതാക്കണ്ട. 1, 2, 3 കീറിയിട്ടാൽ മതിയാവും. നമുക്കിനി അരപ്പം ചേർക്കാം. അരപ്പം ചേർത്ത് നമുക്ക് ഇഞ്ചി ചതച്ചതും ചേർത്ത് കുറച്ച് പുളിയും ചേർക്കണം. നമുക്ക് കുറച്ച് പുളി പിഴിഞ്ഞതും ചേർത്ത്, അധികം പുളി വേണ്ട, കുറച്ച് പുളി മതിയാവും. ഉപ്പും ചേർത്ത് നമുക്ക് 2 പച്ചമുളകും കീറിയിട്ട് അതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. നല്ലപോലെ പുളിവെള്ളമൊക്കെ ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് പുരട്ടിയെടുക്കണം. എല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മയത്തിൽ നമുക്കൊന്ന് ഞെരടി അരപ്പെല്ലാം നല്ലപോലെ പിടിക്കേണ്ട രീതിയിൽ നമുക്കൊന്ന് പുരട്ടിയെടുക്കാം. ഒരുപാട് വെള്ളം വേണ്ട, കുറച്ച് വെള്ളം ഒന്ന് പുരണ്ടിരുന്നാൽ മതിയാവും. ഉപ്പുമൊക്കെ ചേർത്ത് നമുക്ക് പുളിവെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത്രയും വെള്ളം മതിയാവും. നമുക്കത് നല്ലപോലെ ഒന്ന് പുരട്ടിയെടുക്കാം. തോരനൊക്കെ പുരട്ടുന്ന പോലെ തന്നെ നമുക്ക് പുരട്ടിയെടുക്കാം. അധികം വെള്ളം ഒഴിച്ചാൽ അത് വെന്ത് പോകും. അധികം വെള്ളം വേണ്ട. നമുക്ക് തോരനൊക്കെ അധികം വെള്ളം ചേർക്കാതെയാണല്ലോ, ഒന്ന് പുരട്ടി വയ്ക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇത്രയും മതിയാവും. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നുണ്ട്. ഈ വെള്ളം മതിയാവും. നമുക്കിനി അതൊന്ന് അടച്ച് വേവിക്കാം. 2 പച്ചമുളക് ചേർക്കാം. നമുക്കിനി ഒന്ന് അടച്ച് വേവിക്കാം. നമുക്ക് ആദ്യം കുറച്ച് തിളച്ചതിന് ശേഷം അടച്ച് സിമ്മിൽ വെച്ച് വേവിച്ചെടുക്കാം. അപ്പം നല്ലപോലെ എല്ലാം വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനിയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് പച്ച വെളിച്ചെണ്ണയും ചേർക്കാം. വളരെ ടേസ്റ്റും നല്ലൊരു പീര പറ്റിക്കുന്ന ഒരു ടേസ്റ്റാണ് ഇതിന് നമുക്ക് കഴിക്കുമ്പോൾ കിട്ടുന്നത്. നെത്തോലി പീര പറ്റിക്കുന്ന പോലെ വളരെ ടേസ്റ്റുള്ള തോരനാണ്. നമുക്ക് ചോറിൽ പറ്റി കഴിക്കാൻ വളരെ നല്ലതാണ്. നോൺ വെജ് ഉപയോഗിക്കാത്തവർക്ക് ഈ തോരൻ വളരെ ഇഷ്ടപ്പെടും. ഇത് നിങ്ങൾ ഈ മഷ്റൂം കൊണ്ട് നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. നിങ്ങൾക്കത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ദയവായി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.